എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂൺ മാസത്തിലെ വ്യാഴമാറ്റത്തില് മീനൻ രാശിക്കാർക്ക് എങ്ങനെയാണ്, ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നമുക്ക് നോക്കിയാലോ? ഗുണമായിരിക്കും അല്ലേ, നമുക്ക് ദോഷമൊന്നും വരാൻ ചാൻസ് ഇല്ല, ഒരു ചാൻസും ഇല്ല. അപ്പോൾ ആരോഗ്യകാര്യത്തിൽ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. യാതൊരു ശ്രദ്ധയില്ലാതെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയില്ലാതെ നടന്ന ഈ ഇതിൽ പണി മേടിച്ചു കിട്ടും കേട്ടോ. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നന്നായിട്ട് ഫുഡ് കഴിക്കണം, ആരോഗ്യമുള്ള ഹെൽത്തി ഫുഡ് കഴിക്കണം, നല്ല രീതിയിൽ ദിനചര്യകൾ കൃത്യനിഷ്ഠയോടുകൂടി കറക്റ്റ് സമയത്ത് എഴുതി വെച്ച് തന്നെ ആഹാരം കഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആരോഗ്യകാര്യം നമുക്ക് ഈ വർഷം പണി തരും, ഈ സമയത്ത് പണി തരും. അതുകൊണ്ട് കാരണം ജോലി തിരക്ക് കൂടും, അധ്വാനം കൂടും, അപ്പോൾ നമ്മുടെ യാത്രകൾ കൂടും. അതിനകത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് ഈ ഭക്ഷണകാര്യമൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഭക്ഷണം തിന്നില്ലെങ്കിൽ എന്താ കുഴപ്പം, ഒരു തരം കഴിച്ചില്ലെന്ന് ഞാൻ ചത്തു പോകുന്നു ചോദിക്കും. ഇല്ല, പക്ഷെ നമുക്ക് ഓരോരോ പണി ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണേ. പിന്നെയുള്ളത് നമുക്ക് തൊഴിലാണ്. തൊഴിലിൽ വിജയം കാണാനും അല്ലെങ്കിൽ ഇത്രയും നാൾ നമ്മൾ അധ്വാനിച്ചതിനൊക്കെയുള്ള ഒരു റിസൾട്ട് കിട്ടാനൊക്കെ സാധ്യതയുള്ള വർഷമാണ് കേട്ടോ. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ പോലെ തന്നെ തൊഴിലിലും ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മുടെ ശ്രദ്ധയെത്തുന്നത് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടിനെ പ്രദാനം ചെയ്യും. നമ്മളെ ഈ മുൻ വർഷങ്ങളിലോ അല്ലെങ്കിൽ ഇതിന് മുൻപോ ഒക്കെ അധ്വാനിച്ച് വെച്ചതിൻ്റെയും ഒരു പൂർണ്ണത എന്ന പോലെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് നമുക്ക് ഈ സമയത്ത് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള വിജയങ്ങളൊക്കെ നേടിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കുന്നതാണ്. ജോലിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ട്രൈ ചെയ്യുന്നവർ ഈ വർഷം അതിനു വേണ്ടി ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ജോലി എങ്ങ് മേടിച്ചെടുക്കാന്നേ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് പരിശ്രമിച്ചോളൂ കേട്ടോ. ഇനി വിദേശത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറേ കാലമായി ആഗ്രഹിച്ചിരിക്കുക, എന്ത് വന്നാലും അങ്ങ് നടക്കണില്ല എന്ന് ചിന്തിക്കുന്നവരാണോ എങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷം നന്നായി ട്രൈ ചെയ്തോളൂ. പിന്നെ ആ സമയത്ത് ഈ പൈസയൊക്കെ കൊടുക്കുന്നത് നല്ല കമ്പനിയിലാണ്, ഏജൻസിയിലാണെന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിക്കോളൂ. കാരണം ചെറിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. അപ്പോൾ വിദേശത്തൊക്കെ പോകാൻ, വിദേശം എന്ന് ഉദ്ദേശിക്കുന്നത് പുറം രാജ്യങ്ങളിൽ എവിടെയാണെങ്കിലും നമ്മൾ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിച്ചാൽ നടക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വിവാഹമേ നടക്കുന്നില്ല, നടന്ന് ഞാൻ മടുത്തു എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ഈ വർഷം പെട്ടെന്ന് വിവാഹം ഓടിക്കയറി ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ വന്നിരിക്കും. അപ്പം നല്ല ബന്ധം വരുമ്പോൾ നന്നായിട്ട് ആലോചിക്കുക, അന്വേഷിക്കുക, നടത്തുക. ഇനി വിവാഹം താമസിച്ച് നിൽക്കുന്നവർക്കോ ഒന്ന് ശ്രമിച്ചോളൂ, നടക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രമം ഉപേക്ഷിക്കേണ്ട, ഇനി നടക്കത്തില്ല അല്ലെങ്കിൽ ഞാൻ മടുത്തു നോക്കുന്നില്ല എന്നൊന്നും ചിന്തിക്കണ്ട. എന്തെങ്കിലുമൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചാൽ ചിലപ്പോൾ അങ്ങ് പറഞ്ഞു തീർത്ത് അങ്ങ് സോൾവ് ചെയ്ത് ഒന്നിച്ചു പോകാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ നിരാശയൊന്നും വെക്കണ്ട കേട്ടോ. മനസ്സിൽ എപ്പോഴും സന്തോഷമായിട്ട് വയ്ക്കുക. അപ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പകുതി അങ്ങ് സോൾവ് ആയിക്കോളും. സംഘർഷം കൂടുതലായിരിക്കും ഈ വർഷം, അല്ലെങ്കിൽ സമ്മർദ്ദം കൂടുതലായിരിക്കും. ജോലി സംബന്ധമായിട്ടൊക്കെ മേലധികാരികളിൽ നിന്നും ഒക്കെ ഇച്ചിരി സമ്മർദ്ദം കിട്ടും. അപ്പം അതിനെയൊക്കെ നമ്മളൊന്ന് കൂളായിട്ടെടുത്ത് നല്ല രീതിയിൽ ഒന്ന് റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്താൽ നമുക്ക് അതിനെയൊക്കെ ഈസി ആയിട്ട് അങ്ങ് വിജയിച്ചു പോകാൻ പറ്റും കേട്ടോ. പിന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഒരു ജോലി ഭാരമൊക്കെ കൂടുതലായിരിക്കും. കൂടുതൽ ജോലി സ്വന്തമായിട്ടൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് കുറച്ച് ഹാർഡ് വർക്ക് വേണ്ടി വരും. കാരണം നമുക്ക് തൊഴിലിൻ്റെ ലഭ്യത കൂടുന്നതനുസരിച്ച് നമ്മുടെ ഹാർഡ് വർക്ക് കൂടുമല്ലോ. അപ്പം അങ്ങനെയുള്ള ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പറയാവുന്നത് ദമ്പതികൾ തമ്മിലൊക്കെ ചെറിയൊരു ഐക്യക്കേടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് രമ്യതപ്പെട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കാർക്ക് അതിന് ശ്രമിച്ചാൽ നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പം എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും അങ്ങനെ ഒന്നിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ ശ്രമിച്ചാൽ അതിനൊക്കെ പറ്റുന്നൊരു സമയമാണ്. സ്വന്തമായിട്ടൊരു വീട് വേണം അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങണം എന്നൊക്കെ ശ്രമിച്ച് ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ അത് നടക്കും കേട്ടോ. പലപ്പോഴും അത് നടക്കില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടാണ്. അപ്പം നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വേണം എന്നൊന്ന് നമ്മുടെ ഒരു ലിസ്റ്റിൽ ഫസ്റ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. ക്രയവിക്രയങ്ങൾ നടക്കുക, ഭൂമി സംബന്ധമായിട്ടൊക്കെ, അതായത് സ്ഥലം വിൽക്കുക, വാങ്ങുക, അല്ലെങ്കിൽ പുതിയ വീട് പണിയുക, വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുക, ഇതിനൊക്കെ ശ്രമിച്ചാൽ ഈ വർഷം നമുക്ക് നടക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ബിസിനസ്സിലൊക്കെ ആണെങ്കിലും നടത്തുന്നവർക്ക് സ്വന്തമായിട്ട് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ഒരുപാട് യാത്രകളും ഒരുപാട് അധ്വാനവും കൂടുതൽ വരുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. കാരണം നമ്മൾ പുരോഗതി നേടുന്നതനുസരിച്ച് നമുക്ക്
ടെൻഷനും കൂടുമല്ലോ. അപ്പോൾ അതിനൊക്കെ ഒന്ന് ശ്രമിക്കുക. നന്നായിട്ട് പുരോഗതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്താലും നല്ല രീതിയിലുള്ള നമുക്ക് വിജയം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക. സാമ്പത്തിക പുരോഗതിയൊക്കെ ഉണ്ടാവും. സാമ്പത്തികമായിട്ട് വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. എപ്പോഴും നമുക്ക് റോളിങ് നടക്കും, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികം കയ്യിൽ വരും. ആവശ്യപ്പെടുന്ന മാത്രമല്ല സാമ്പത്തികം കൈ വന്നു പോകുന്ന ഒരു സമയമായിരിക്കും ഈ മീന രാശിക്കാർക്ക്. എങ്കിലും കയ്യിൽ വരുന്ന ധനം വേണ്ട രീതിയിൽ നമ്മളൊന്ന് പിടിച്ച് ചെലവാക്കിക്കൊള്ളുക. കാരണം എന്തെങ്കിലും ഒന്ന് കരുതി വെക്കുക എന്നൊക്കെയുള്ളത് ബെറ്റർ റിസൾട്ട് ആയിരിക്കും. അപ്പൊ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്കും ശ്രമിച്ചാൽ നടക്കുന്ന ഒരു സമയമാണ്. അതുപോലെ സ്വന്തമായിട്ടൊരു വാഹനം വേണം. അതിനി അല്ലെങ്കിൽ ഉള്ള വാഹനം ഒന്ന് മാറ്റി വാങ്ങണം, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു വാഹനം വാങ്ങണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഈ വർഷം അതിനുവേണ്ടി ശ്രമിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ, ചെറിയ മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ചെറുതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിന് വേണ്ടുന്ന ഔഷധങ്ങൾ ഉപയോഗിക്കുകയും, അതായത് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി അത് ഉപയോഗിക്കുകയും ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ചെറിയ സാമ്പത്തിക നഷ്ടങ്ങൾ, വിഷമങ്ങളൊക്കെ ഉണ്ടാക്കും. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നല്ല രീതിയിലൊന്ന് ശ്രമിച്ചാൽ, നല്ല രീതിയിലൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ, നല്ല രീതിയിൽ അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും അവർ നല്ല വിജയത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള വർഷമാണ് കേട്ടോ ഈ മീനൻ രാശിക്കാർക്ക്. ഈ സമയത്ത് പഠിത്തത്തിലൊക്കെ ചെറിയൊരു ഉഴപ്പൊക്കെ ചിലപ്പോൾ കാണിച്ചു തന്നിരിക്കും. ചിലപ്പോൾ അതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ പോയെന്നിരിക്കും. കാരണം ഇപ്പം എന്തെങ്കിലും തൊഴിലോ അല്ലെങ്കിൽ ജോലിയിലേക്കോ അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ പോയെന്നിരിക്കും. അതിൽ ശ്രദ്ധ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അവരുടെ വിദ്യാഭ്യാസത്തെ അത് ബാധിക്കാതെയും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും അവർ വിദ്യയിലും ബിസിനസ്സിലും ഒരുപോലെ ശോഭിച്ചു പോവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് കേട്ടോ. പിന്നെ സന്താന ഭാഗ്യം അല്ലെങ്കിൽ കുട്ടികളില്ലാതെയൊക്കെ വിഷമിക്കുന്നവർക്ക് ഈ വർഷം അതിന് വേണ്ടുന്ന ഈശ്വര പ്രാർത്ഥനകളും നിഷ്ഠകളും ഒക്കെ ചെയ്താൽ നല്ല സന്താന യോഗം ഉണ്ടാവാനും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങള് നമുക്ക് സന്താനം അല്ലെങ്കിൽ നമുക്ക് മനസ്സന്തോഷം ഉണ്ടാവുന്ന രീതിയിലുള്ള വാർത്തകൾ കേൾക്കാനൊക്കെയുള്ള യോഗമുള്ള ഒരു സമയമായിരിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ സ്വല്പം ശ്രദ്ധ വെച്ച് പുലർത്തുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ചെറിയ മനക്ലേശങ്ങളും വിഷമങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കി തരികയും ചെയ്യും. നമുക്ക് വിശ്വാസമുള്ള ദേവനായിക്കോട്ടെ ദേവിയായിക്കോട്ടെ ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുക, നേദ്യം കൊടുക്കുക, അർച്ചനകൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശുഭദായകമായിട്ട് വരുന്ന ഒരു സമയമാണ് കേട്ടോ. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ, ഞാൻ ആദ്യം തൊട്ടേ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, നമ്മുടെ ഇഷ്ടമുള്ള ദേവനേതോ അല്ലെങ്കിൽ നമ്മുടെ ആചരണം എന്താണോ അതിൽ നിന്ന് വ്യതിചലിക്കേണ്ട, അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അത് നമ്മൾ കുറച്ച് ഊർജിതമായിട്ട് ചെയ്യുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പൊ പള്ളിയിൽ പോകുന്ന ഒരാൾ ഇത് കേട്ടിട്ട് ഇന്ന ക്ഷേത്രത്തിൽ പോയാലല്ലേ അത് മാറ്റം വരൂ, അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്നത് എന്താണോ, നമ്മുടെ ആചരണം എന്താണോ, അതായത് കുറച്ച് കൂടുതൽ നമ്മൾ ആത്മീയമായിട്ടൊന്ന് അടുക്കുക എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പൊ ഈ റിസൾട്ട് എല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ, സത്യസന്ധതയും കൃത്യനിഷ്ഠതയും അല്ലെങ്കിൽ നെഗറ്റീവിനെ റിമൂവ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് സൈഡിലേക്ക് കൂടുതൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ നല്ല റിസൾട്ടുകളെല്ലാം പൂർണ്ണമായിട്ടും അവർക്ക് അനുഭവയോഗമാണെന്നുള്ളതിൽ തർക്കമില്ല. അപ്പൊ അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സത്യം പറയുക, നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ച് പരദൂഷണം പറയാതിരിക്കുക, അത് കേൾക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക, നല്ല നല്ല സത്സംഗങ്ങളിൽ ഏർപ്പെടുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് വന്നു നിറയും. അപ്പോൾ പ്രകൃതിക്ക് നമുക്കും നല്ലത് മാത്രം തരാനായി തോന്നുള്ളൂ, അല്ലേ? നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുമ്പോൾ നമ്മളിലേക്ക് നല്ലത് മാത്രം എത്തിക്കും. അപ്പം അങ്ങനെ പൂർണ്ണമായിട്ട് നിൽക്കുന്നൊരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് ഈ റിസൾട്ട് എല്ലാം കിട്ടും കേട്ടോ. പിന്നെ ചെറുതായിട്ട് ചിലർ പറയും, എനിക്ക് അങ്ങനെ ഒരു ദൈവത്തിൽ വിശ്വാസമില്ല, അപ്പം ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, നിങ്ങൾ ദാനം ചെയ്തോളൂ. നിങ്ങൾക്ക് വിശ്വാസമുള്ള എന്ത് കാര്യമാണോ അതിൽ നമ്മൾ ചെയ്തോളൂ. നമുക്ക് ദാനം ചെയ്യാം. ദാനം ഏത് ആപത്തിനെയും തടയുന്നതാണ്. അപ്പം അതുകൊണ്ട് അത് ചെയ്യാം കേട്ടോ. നല്ലത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവർക്ക്. ഒരാൾക്ക് വേണ്ടി നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യല്ല, അവരുടെ ഒരു പ്രശ്നം കേൾക്കുക എന്നുള്ളതും ഒരു ദാനമാണ്, അല്ലേ? നമ്മുടെ സമയം അവർക്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ അത്രയും സമയം അല്ലെങ്കിൽ നമ്മുടെ അത്രയും ഇതെല്ലാം അവർക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പം അതും ഒരു ദാനം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വിചാരിക്കുക, നന്നായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും ഈ സക്സസോടുകൂടി, വൻ വിജയത്തോടുകൂടി ഏത് പ്രശ്നത്തെയും പ്രതിസന്ധിയെയും തരണം ചെയ്ത് കയറി വരാൻ പറ്റുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പം എങ്ങനെയാ, നമ്മളങ്ങ് തുടങ്ങുകയല്ലേ, ആഞ്ഞു പിടിക്കുക അല്ലേ? നമുക്ക് എങ്ങനെയും നല്ല രീതിയിൽ സ്കോർ ചെയ്ത് കയറി വരാം.
കയറി വരാൻ പറ്റുന്ന സമയമാണ്. അപ്പൊ പുറകോട്ടേ പോവരുത്. എത്ര ചുവട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നോ അത്രയും അതിൻ്റെ 10 ഇരട്ടി പുറകോട്ട് വയ്ക്കാനൊക്കെ നമുക്ക് തോന്നും. പക്ഷെ പോവരുത്. എങ്ങനെയും മുന്നോട്ട് തന്നെ പോവുക. നമ്മൾ തുഴയുന്ന വള്ളം മുന്നോട്ട് മാത്രം എന്ന് വിചാരിക്കുക. നമ്മൾ എന്താ പറയുക, നമ്മളെന്തായാലും ഒരു ഓട്ടത്തിന് ഇറങ്ങി ഇനി പുറകോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് നമ്മളൊന്ന് ആദ്യം ശ്രമിച്ചാൽ ഉറപ്പായിട്ടും വൻ നേട്ടങ്ങൾ, എന്തെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടമായോ അതിൻ്റെ എല്ലാം 10 ഇരട്ടി നമ്മുടെ കൈപ്പിടിയിലേക്ക് നമുക്ക് ഒതുക്കാന്നേ. അപ്പം എങ്ങനെയാ, എല്ലാവരും തുടങ്ങിയല്ലേ? അപ്പം ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.